പെണ്ണേ പെൺകൊച്ചേ നീ എന്നെ മറന്നില്ലേ, എന്നെ മറക്കാൻ നിനക്കുപാടെ മനസ്സ് വന്നില്ലേ, ആ പെണ്ണെ മനസ്സ് വന്നില്ലേ. മഹാരാജ കോളേജിൽ നീയാജം വന്നപ്പോൾ, മഹാരാജ കോളേജിൽ നീയാജം വന്നപ്പോൾ നിനക്കുടുക്കാൻ ചുരിദാർ വാങ്ങി തന്നത് ഞാനല്ലേ, ആ പെണ്ണെ തന്നത് ഞാനല്ലേ. മഹാരാജ കോളേജിൽ നീയാജം വന്നപ്പോൾ, മഹാരാജ കോളേജിൽ നീയാജം വന്നപ്പോൾ നിനക്കുടുക്കാൻ ചുരിദാർ വാങ്ങി തന്നത് ഞാനല്ലേ, ആ പെണ്ണെ തന്നത് ഞാനല്ലേ. പെണ്ണേ പെൺകൊച്ചേ നീ എന്നെ മറന്നില്ലേ. നമസ്തേ. 2018 ജൂലൈ 2 പുലർച്ചെയായിരുന്നു PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകര എറണാകുളം മഹാരാജാസ് കോളേജ് അങ്കണത്തിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത്. അന്വേഷണം തുടക്കത്തിലെ പാളം തെറ്റിയ പോലെയായിരുന്നു. പ്രതികളെ പിടികൂടാൻ പോലീസ് വേണ്ടത്ര ഉത്സാഹം കാണിച്ചില്ല. അഭിമന്യുവിൻ്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയ 1ാം പ്രതി 3 വർഷത്തിന് ശേഷമാണ് പോലീസിൽ കീഴടങ്ങിയത്. കത്തി ഉൾപ്പെടെയുള്ള തൊണ്ടി മുതലുകൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കേരളം ഭരിക്കുന്നവരുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിട്ടും അന്വേഷണത്തിൽ പോലീസ് അവധാനത പുലർത്തിയില്ല. സർക്കാരോ SFIയോ പോലീസിൻ്റെ മെല്ലെപ്പോക്കിനെ ചോദ്യം ചെയ്തതുമില്ല. കുറ്റപത്രം സമർപ്പിച്ചിട്ട് 5 വർഷമാകാറായിട്ടും വിചാരണ അനന്തമായി നീളുമ്പോഴാണ് കുറ്റപത്രം, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്, കാഷ്വാലിറ്റി രജിസ്റ്റർ, CRPC മൊഴികൾ, സൈറ്റ് പ്ലാൻ എന്നിവയടക്കം 11 സുപ്രധാന രേഖകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും കാണാതായത്. രേഖകൾ അപ്രത്യക്ഷമായതിന് പിന്നിൽ ആരാണ്? നമുക്ക് പരിശോധിക്കാം. BJP വക്താവ് ശ്രീ PR ശിവശങ്കരൻ, ഇടതുമുന്നണി നേതാവ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് TB മിനി, KSU നേതാവ് ശ്രീ P മുഹമ്മദ് ഷമാസ് എന്നിവ അതിഥികളാവുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെ ഞാൻ ഈ സംവാദം ശ്രീ ശിവശങ്കറിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശിവശങ്കർ, PFIയെയും ക്യാമ്പസ് ഫ്രണ്ടിനെയും നമ്മുടെ രാജ്യത്ത് നിരോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയ കാരണങ്ങളിൽ ഒന്നായിരുന്നു അഭിമന്യുവധം. മതഭീകരവാദികളുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കാൻ അഭിമന്യുവിൻ്റെ ഹീനമായ കൊലപാതകം ഒരു നിമിത്തമായി. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത്രയേറെ ഗൗരവത്തോടെ കണ്ടിട്ടും അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ PFI ഭീകരരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു സർക്കാരും SFIയും തുടക്കം മുതൽ സ്വീകരിച്ചു വന്നത്. നോക്കൂ, കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് മുഴുവൻ രേഖകളും ഒരുമിച്ച് അപ്രത്യക്ഷമായത്. രേഖകൾ നഷ്ടമായ വിവരം സെഷൻസ് കോടതി കഴിഞ്ഞ ഡിസംബറിൽ ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്ന് രേഖകളുടെ പകർപ്പുകളെങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ ആരായാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ചുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കോടതി ജീവനക്കാരുടെ സഹായമില്ലാതെ രേഖകൾ അടിച്ചു മാറ്റാനാവില്ല. അടിച്ചു മാറ്റലിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട്. അതെന്താവും, ആരാവും ജീവനക്കാരെ സ്വാധീനിച്ചത്? ശിവശങ്കർ. അനിൽ, ഈ പൊതുവെ ചരിത്രത്തിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാധ്യമ ഭീകരതകളിലും എല്ലാം പറയാറുണ്ട്, നമ്മളെ ആരാണ് ഭരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആരെയാണോ വിമർശിക്കാൻ ഭയം, അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ വിമർശിക്കാത്തത് അവരാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് ഒരു കാര്യം പറയാറുണ്ട്. അതല്ലാതെ വിമർശനം ഏക്കുന്നവരല്ല, യഥാർത്ഥ ഭരണാധികാരികളല്ല നമ്മളെ ഭരിക്കുന്നത്. നമ്മളെ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഭരണാധികാരികളുടെ പുറകിലിരിക്കുന്ന വിമർശിക്കുവാൻ മാധ്യമങ്ങൾക്കോ മറ്റുള്ളവർക്കോ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഭയക്കുന്ന ആളുകളാണ് എന്ന് പറയാറുണ്ട്. ഈ കൊലപാതകം സത്യത്തിൽ വിരൽ ചൂണ്ടുന്നത് ആ സത്യത്തിലേക്ക് കൂടിയാണ്. ഈ കൊലപാതകം പറയുന്നത് ഇത് ഭയക്കേണ്ട പലരും ഇതിൻ്റെ പുറകിലുണ്ട്. ഞാൻ അനിൽ നമ്പ്യാർ പറഞ്ഞല്ലോ, ഇതൊരു ആസൂത്രിത കൊലപാതകമാണ്, ഒരു സംശയവുമില്ല.
പക്ഷെ ആരാണ് ആസൂത്രണം ചെയ്തത് എന്ന കാര്യത്തിലാണ് സംശയം. ഇവിടെ 4 കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ കൊലപാതകത്തിലെ ആസൂത്രണം, അത് ആരാണ് ചെയ്തത്? ഒന്ന്, കൊലയ്ക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണ്? എത്തരത്തിലുള്ള ആസൂത്രണമാണ് നടന്നത്? 2, അന്വേഷണം എന്തുകൊണ്ട് ഇത്തരത്തിൽ എല്ലാവർക്കും കംപ്ലൈൻ്റ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് സൂചനകൾ നൽകുന്ന രീതിയിലുള്ള അന്വേഷണമായി പോയി എന്നുള്ളത്. ഇപ്പോൾ അവസാനമായി കോടതിയിൽ നിന്നും രേഖകൾ മാറുന്നു. ഈ 4 കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ കൊലപാതകത്തിൽ പലർക്കും പലതും മറച്ചു വെക്കാനുണ്ട് എന്ന്. ഞാൻ ആദ്യത്തെ കാര്യം പറയട്ടെ. ആസൂത്രിത കൊലപാതകമാണ് എന്ന് പറഞ്ഞത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ഇതൊരു ആസൂത്രിത കൊലപാതകമാണ്. നമുക്കറിയാം, ഈ വിദ്യാർത്ഥി അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അഭിമന്യു സ്വന്തം വീട്ടിലായിരുന്നു. അതെ, രാത്രി 8 മണിക്കോ മറ്റോ 7 മണിക്കോ 6 മണിക്കോ മറ്റോ സ്വന്തം ബസ് യാത്ര സൗകര്യമില്ലാത്ത ആ സ്ഥലത്തേക്ക് ഒരു വ്യക്തി, ഒരു SFIയുടെ നേതാവ് ഏതാണ്ട് 10 പ്രാവശ്യം വിളിച്ച് നിർബന്ധിച്ചിട്ടാണ് അന്ന് തന്നെ വരണമെന്ന് പറഞ്ഞ് ലോറിയിൽ കയറി ഈ പാവം മനുഷ്യൻ, ഈ അഭിമന്യു എന്ന വിദ്യാർത്ഥി ഈ എറണാകുളത്തേക്ക് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്വന്തം പാർട്ടിയിലെ നേതാവ് അല്ലെങ്കിൽ സുഹൃത്ത്, ഇപ്പോൾ ഈ സിദ്ധാർത്ഥനെയൊക്കെ കൊന്നതുപോലെ തന്നെ ഒരു സുഹൃത്ത് ചതിക്കപ്പെട്ട് 8 പ്രാവശ്യം വിളിച്ച് പോസ്റ്റർ ഒട്ടിക്കാൻ SFIക്ക് മഹാരാജാസിന് വേറെ ആളില്ലേ? അഭിമന്യു മാത്രമാണോ ഉള്ളത്? ഏതാണ്ട് 2000-3000 പേരുടെ പ്രകടനം നടത്താറുണ്ടല്ലോ ഇവർ SFIക്കാർ മഹാരാജ് കോളേജിൽ മാത്രം. അപ്പോൾ പോസ്റ്റർ ഒട്ടിക്കാനല്ല, മറിച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായി ഇദ്ദേഹത്തെ കിലയ്ക്ക് കൊടുക്കുവാൻ വന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫോൺ കോളുകൾ ഇവിടെ സാക്ഷികളായാലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞു വന്ന് പോകണ്ട എന്ന്, രാത്രിയായില്ലേ ബസ്സില്ലേ, ഇല്ല ഇത്ര പ്രാവശ്യം വിളിക്കുന്നു എനിക്ക് പോകണമെന്ന് പറഞ്ഞാണ് ആ അഭിമന്യുവിനൊക്കെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ആസൂത്രിത കൊലപാതകമാണെങ്കിൽ ആരാണ് അഭിമന്യുവിനെ ഈ എറണാകുളത്തേക്ക് എത്തിക്കുവാനായിട്ട് നിർബന്ധിച്ചതും ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയതും? ഇത് തൊട്ട് അന്വേഷണം നടക്കണം. നിർഭാഗ്യവശാൽ അന്വേഷിച്ചിട്ടില്ല. ഈ വിളിച്ച ആളെ പ്രതി ചേർത്തിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത ആൾ ആ സ്കൂളിലെ വിദ്യാർത്ഥിയല്ല, മഹാരാഷ്ട്രയിലെ വിദ്യാർത്ഥിയല്ല. ചെറിയ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്ന വിഷയത്തിൽ മറ്റ് കോളേജിൽ പഠിക്കുന്ന, ലോ കോളേജിൽ പഠിക്കുന്ന ഒരാൾ അവിടെ പോസ്റ്റർ ഒട്ടിക്കുന്ന വിഷയത്തിൽ ഒരാളെ കൊല്ലുവാൻ പുറത്തുനിന്ന് കൊട്ടേഷൻ സംഘത്തെ വിളിച്ചുകൊണ്ടേ നിർത്തും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരല്ല കേരളത്തിലെ ആളുകൾ. അത് നമുക്കറിയാം. വെറും വിദ്യാർത്ഥിയല്ല, നിയമ വിദ്യാർത്ഥിയായിരുന്ന PFIയുടെ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇതിന് ഉത്തരവാദിത്തത്തോടെ ഈ കൊലപാതകികളെ, ഗുണ്ടകളെ, ഒരൊറ്റക്കുത്തിന് മനുഷ്യജീവൻ എടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള കൊലപാതകികളെ അവിടെ കൊണ്ടുവന്നത് എന്ന് പോലീസ് തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അംഗീകരിച്ചും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൊലപാതകികളെ പുറത്ത് അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ട് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കലാലയത്തിൻ്റെ മുന്നിലേക്ക് തങ്ങളുടെ പാർട്ടി ആവശ്യപ്പെടുന്ന ആളെ തന്നെ നിർബന്ധിച്ച് കൊണ്ടുവരുമായിരുന്നു എന്നുള്ള സംശയമില്ല. അതുകൊണ്ട് കൊലപാതകം നടത്തിയത് PFI ആണ്, ക്യാമ്പസ് ഫ്രണ്ട് ആണെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോ ചില കാര്യങ്ങളുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, അന്നത്തെ തന്നെ ചർച്ചകളിൽ ആ കാര്യങ്ങൾ വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഈ അഭിമന്യുവിനെ മാത്രം ഇങ്ങനെ തൂക്കിയെടുത്തതെന്ന് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ആ ഡീറ്റെയിൽ ഇടുന്നുണ്ട്. നമ്മൾ ചർച്ചയിൽ കണ്ടതാണ്. അഭിമന്യു കുറച്ച് കാലങ്ങളായി SFIക്കെതിരെ അല്ലെങ്കിൽ SFIയിലെ ചില ആളുകൾക്കെതിരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് അഭിമന്യു പറഞ്ഞതായിട്ട് ഫേസ്ബുക്കിലെല്ലാം നമ്മൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ ഞാൻ പേരൊന്നും പറയാൻ, RSSന്റെ പേരിൽ ഇന്ത്യയിലെ എല്ലാ ഹിന്ദുക്കൾക്കിട്ടും നന്നായി തള്ളുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഞാനിപ്പോൾ അനിൽ നമ്പ്യാരുടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇവിടെ എല്ലാവരുടെ കയ്യിലും റൈറ്റ് തിങ്കേഴ്സ് എന്ന ഫോറത്തിൽ അത് വന്നതാണ്. അതിനുശേഷം 3-4 ദിവസമാണ് ഈ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഒരു വിഭാഗത്തിനെതിരായിട്ടുണ്ട്. പക്ഷേ മുഴുവൻ ആളുകളെയും നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തുവാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തുകയും ആ ദിവസം തന്നെ അഭിമന്യു ഇവിടെ ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കുകയും നടത്തിയതിൻ്റെ പുറകിൽ മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. ഇത് വെറും ആരോപണം ഞാൻ ഉന്നയിക്കുന്നതല്ല. സംസ്ഥാനത്ത് പ്രഗത്ഭയായ DYFIയുടെ ഒരു മുൻകാല നേതാവ്, MLA ജോൺ ഫെർണാണ്ടസ് MLAയുടെ ഭാര്യ ശ്രീമതി ജെസ്സിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ആ കാലഘട്ടത്തിൽ ചർച്ചയുണ്ടായിരുന്നു. ജെസ്സിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവർ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ കൊലപാതകം നടത്തിയ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലുമുള്ള CPM നേതാക്കളാണ്.
അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റൊന്നുകൂടി വ്യക്തമായിട്ട് എഴുതിയിരുന്നു, എൻ്റെ അടുത്ത സുഹൃത്തും വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും എന്നോട് പറഞ്ഞതനുസരിച്ചിട്ട് ഈ ആളുകളാണ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് വ്യാപകമായ ഇതുണ്ടായിരിക്കുന്നു. ഒരു CPM-ന്റെ കൗൺസിലർ തന്നെ ഇതിൻ്റെ ഭാഗമാണ്. അയാൾ SDP-യുടെ ചാരനാണ്. അയാൾക്ക് വലിയ രീതിയിലുള്ള വരുമാനം വരുന്നു. ഇത്തരത്തിലുള്ള വലിയ തുക കൊണ്ട് അദ്ദേഹം ഇടതുപക്ഷ പാർട്ടികളെ നിയന്ത്രിക്കുന്നു, അത്തരത്തേക്ക് നുഴഞ്ഞു കയറിക്കുന്നു എന്ന് MLA-യുടെ ഭാര്യയും മുൻകാല DYFI നേതാവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വാർത്തകൾ വന്നപ്പോൾ അത് മുക്കി ഈ സംസ്ഥാനത്തെ സീനിയർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഇടപെട്ടിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി. പക്ഷേ ഇന്നും എല്ലാവരുടെയും ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് CPM-ലെ MLA-യുടെ ഭാര്യയും മുൻ DYFI നേതാവുമായ ജെസി തന്നെ പറയുന്നു, ഈ കൊലപാതകികളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് മട്ടാഞ്ചേരിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും SDP നേതാക്കളെല്ലാം മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണ്, കൗൺസിലർ തന്നെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെയാണ് അഭിമന്യുവിനെ കൊന്നത്, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് SFIയുടെ കൊലക്കത്തിക്ക് മുമ്പിൽ ഇട്ടുകൊടുത്തത് ഇവിടുത്തെ CPM-ന്റെ നേതാക്കൾ എന്നാണ്. ഇനി പറയുക, എങ്ങനെയാണ് ഈ കേസ് നടക്കുക? എങ്ങനെ ഈ കേസ് തെളിയിക്കപ്പെടും? ഈ കേസ് തെളിയിക്കപ്പെടാൻ ഒരു കാര്യമില്ല. അതിനുശേഷമാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന അഭിമന്യുവിൻ്റെ അടുത്ത സുഹൃത്തും അഭിമന്യുവിൻ്റെ ഒരു മെന്ററും പോലെ നടന്നിരുന്ന, അവർ ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്തിരുന്ന സൈമൺ ബ്രിട്ടോ പറഞ്ഞിട്ടുണ്ടല്ലോ, പോലീസിന് ഗുരുതരമായ വീഴ്ച പറ്റി. ഈ അന്വേഷണത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച പറ്റി എന്ന് സൈമൺ ബ്രിട്ടോ പറഞ്ഞു. BJP-യുടെ നേതാവല്ലല്ലോ പറഞ്ഞേ. അന്വേഷണത്തിന് പിടിക്കുവാനായിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ 3 വർഷം കഴിഞ്ഞിട്ടാണ് പലരും കീഴടങ്ങിയത്. അന്വേഷണം കൃത്യമായിട്ട് നടന്നിട്ടില്ല, കത്തി ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇത്തരത്തിൽ ഒരു കേസ് നടത്തിപ്പിൽ തന്നെ, കേസിന്റെ അന്വേഷണത്തിൽ തന്നെ കാര്യമായ രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നു. അപ്പോൾ സൈമൺ ബ്രിട്ടോ തന്നെ പറയുന്നു ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താ? അന്വേഷണത്തിലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പോലീസിന് അന്വേഷിക്കാൻ സ്വാതന്ത്ര്യം നൽകിയിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ അഭിമന്യുവിൻ്റെ കൊലപാതകവും ഇത്രയേറെ സോഷ്യൽ മീഡിയയിലും ചർച്ച നടത്തിയ ഒരു കൊലപാതകം നടന്നിട്ട് SFI എവിടെയെങ്കിലും സോളിഡാരിറ്റിയുടെയോ PFIയുടെയോ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയോ ഒരു ആളെങ്കിലും ആക്രമിച്ചോ? ഒരാളെങ്കിലും ആക്രമിച്ചോ? അടിയുണ്ടായോ? ഒരു ഓഫീസ് ആക്രമിച്ചോ? ഒന്നും ചെയ്തില്ല. എന്നിട്ട് പറഞ്ഞു വർഗീയത തുലയട്ടെ. സ്ട്രെയിറ്റ് ആയിട്ട് SDP-യുടെയോ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയോ പേര് പറയാൻ പോലും SFIയുടെ മുട്ടടിക്കുന്ന രീതിയിൽ, അവർക്ക് ഭയപ്പെടുന്ന രീതിയിൽ സംസ്ഥാനത്തെ CPM-നെ മുഴുവൻ ഈ തീവ്രവാദി സംഘടന അമർച്ച ചെയ്തിരിക്കുന്നു, നുഴഞ്ഞു കയറിയിരിക്കുന്നു, അവരെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിയിരിക്കുന്നു. CPM-നെ നിയന്ത്രിക്കുന്നത് ഇന്ന് CPM പോളിറ്റ് ബ്യൂറോയോ അവരുടെ CCO അല്ല, അവരുടെ പോളിറ്റ് ബ്യൂറോ എന്ന് SDPI ആണ്. SDPI നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ചെയ്യുവാൻ മാത്രമുള്ള കൂലിപ്പടയാളികളായി സംസ്ഥാനത്തെ SFI DYFI നേതാക്കളും CPM-ന്റെ അനുയായികളും മാറിയിരിക്കുന്നു. അവരെ നിയന്ത്രിക്കുന്നത് അവരാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ സംസ്ഥാനത്ത് അഭിമന്യുവിൻ്റെ കൊലപാതകം നടന്നിട്ട് പേരിനു വേണ്ടിയെങ്കിലും SDPI ആണ്, ക്യാമ്പസ് ഫ്രണ്ടാണ്, തീവ്രവാദികളാണ്, ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റ് സംഘടന ശക്തികളാണ് ഇതിൻ്റെ പുറകിലെന്ന് പറയാൻ CPM-ന്റെ ഒരു നേതാവിനും ധൈര്യം വന്നില്ല. ഭയന്നിട്ട് മുട്ടിടിക്കുകയായിരുന്നു കേരളത്തിലെയും എറണാകുളത്തിലെയും നേതാക്കൾ. ചോദ്യം ചെയ്യപ്പെടുന്നില്ല, അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറില്ല. വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറ്റുമെങ്കിൽ അതിനെതിരെയും RSSന്റെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ചുമരെഴുത്തുകളാണ് ഇന്നും മഹാരാജാസിലെ ഈ പറയുന്ന അഭിമന്യുവിൻ്റെ പേരിലുള്ളത്. സ്വന്തം സുഹൃത്തിനെ, സ്വന്തം സഹോദരനെ, സ്വന്തം സഖാവിനെ കൊന്ന ആളുകൾ ആരാണെന്ന് കാണിക്കാൻ പോലും ഭയമുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തെ പറഞ്ഞത്, നിങ്ങളെ ആരാണ് ഭരിക്കുന്നത് എന്നറിയണമെങ്കിൽ നിങ്ങൾ ആർക്കെതിരെയാണ് പറയാൻ ഭയക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാവും നിങ്ങളെ ആരാണ് ഭരിക്കുന്നതെന്ന്. അതുകൊണ്ട് CPM-നെയും SFIയെയും DYFIയെയും ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ഇവിടെ ഒരു തീവ്രവാദ സംഘടനയാണ്, അവരുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് കോടതിയിൽ നിന്നും ഇത് പോകുന്നത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ്. കോടതിയെയും നിയന്ത്രിച്ചിരിക്കുന്നു ഈ തീവ്രവാദികൾ. ഈ തീവ്രവാദികൾ കോടതിയെ നിയന്ത്രിച്ചിരിക്കുന്നു, കോടതിയിലും കയറി പറ്റിയിരിക്കുന്നു. നമുക്കറിയാം, പച്ച വെളിച്ചമെന്ന് പോലെയുള്ള പോലീസിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുണ്ട് എന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തന്നെ RSS BJP നേതാക്കളുടെ മുഴുവൻ ഡീറ്റെയിലും 256 മെയിൽ പേരടക്കം, മെയിൽ അഡ്രസ് അടക്കം എല്ലാ ഡീറ്റെയിലും ഇവിടെ സംസ്ഥാനത്ത് നിന്ന് കളവ് പോയിട്ട് പിടിക്കപ്പെട്ടത് ആ കേന്ദ്രത്തിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരാളെ പുറത്താക്കിയിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ
അദ്ദേഹത്തെ തിരിച്ചെടുത്തു ആ പോലീസ് ഓഫീസറെ. ഇത് സൂചിപ്പിക്കുന്ന എന്താ? ഈ ഭരണകൂടം നിയന്ത്രിക്കുന്നത് ഇസ്ലാമിസ്റ്റ് ശക്തികളാണ്, തീവ്രവാദികളാണ്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് നിയന്ത്രിക്കുന്നു, ഇപ്പൊ ഇതാ കോടതിയും നിയന്ത്രിക്കുന്നു എന്ന ഗതികേടിലെത്തിയിരിക്കുന്നു. കോടതിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും കളപോകുന്നു. ഒരുപക്ഷെ എന്റെ കോപ്പികളൊക്കെ വന്നേക്കാം. പക്ഷേ ഓരോരോ ശ്രമങ്ങളും ഈ പ്രതികളെ രക്ഷിക്കുവാനായിട്ട് നിരന്തരം ശ്രമിക്കുകയാണ്. ഇവിടുത്തെ കോടതിയിലും ഇവിടുത്തെ പോലീസിലും ഇവിടുത്തെ ഭരണകൂടത്തിലും ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ഓരോരോ ഗ്രാമങ്ങളിലും ഓരോരോ പാർട്ടി ഓഫീസുകളും ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ പാർട്ടിക്ക് ഇനി രക്ഷയില്ല. പേര് മാറ്റി SDPI എന്നാവുക, അല്ലെങ്കിൽ SFIയുടെ പേരിൽ SFIO എന്നുള്ള പേര് കൂടി കേൾക്കുകയാണ് ബുദ്ധി എന്ന് തോന്നുന്നു. യെസ്, അഡ്വക്കേറ്റ് ബലദേവ, താൻ പെറ്റ മകനെ എന്ന അഭിമന്യുവിൻ്റെ അമ്മയുടെ രോദനം ഇന്നും കാതിൽ മുഴങ്ങുന്നു. നേരത്തെ ശിവശങ്കർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വട്ടവിളയിലെ വീട്ടിലായിരുന്ന അഭിമന്യുവിനെ എറണാകുളം മഹാരാജാസ് കോളേജ് ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ കൊലക്കത്തിക്കിട്ട് കൊടുത്തത്. സിദ്ധാർത്ഥനെയും ഇതേപോലെയാണ് തിരിച്ചു വിളിച്ചത്. തുടക്കം മുതൽ അന്വേഷണത്തെ പാളിച്ചകളായിരുന്നു. വീണ്ടും പറയുന്നു, ആസൂത്രിതമായ കൊലപാതകം. ഏത് വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടിയാണോ അഭിമന്യു മുദ്രാവാക്യം വിളിച്ചത്, അവർ തന്നെ അവനെ ചതിയിൽപ്പെടുത്തി എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് കേസിൻ്റെ രേഖകൾ ഇപ്പോൾ കാണാതായ സംഭവം. ഇത്രയും പ്രമാദമായ കേസിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയത് ആരാണ്? അഭിമന്യുവിനോട് തരിമ്പും സ്നേഹമുണ്ടെങ്കിൽ ഇത്ര ഉദാസീനമായാണോ ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടത്? നോക്കൂ, അഭിമന്യുവിനെ കുത്തിയവനെ പോലും കേരള പോലീസിന് പിടിക്കാൻ സാധിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് മുമ്പാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി പോലീസിന് മുന്നിൽ അയാൾ ഹാജരായത്. കൂടപ്പിറപ്പിനെ പോലുള്ള ഒരുവൻ്റെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കിയിട്ടും ഈ കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ അതിവേഗ വിചാരണയ്ക്ക് വിധേയമാക്കാത്തത് എന്തുകൊണ്ടാണ്? സർക്കാർ മനസ്സ് വെച്ചിരുന്നെങ്കിൽ അനായാസം ഇത് സാധിക്കുമായിരുന്നില്ലേ? അഡ്വക്കേറ്റ് ബലദേവ്, വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കേസിൻ്റെ അവസ്ഥ ഇങ്ങനെ എത്തിയതിൽ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം? അഡ്വക്കേറ്റ് ബലദേവ്, ഇന്ന് ഇവിടെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കോടതിയിൽ നിന്ന് ഈ രേഖകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് BJPയുടെ നേതാവ് 2018 നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തേ, ഒന്നല്ല ദിവസങ്ങളോളം അഭിമന്യുവിന്റെ കാര്യം 6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ വിഷയം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ഈ രേഖ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഒന്ന് SFIക്കാരനെ കൊന്നതാണെന്നും SFIക്കാർ കൊല്ലിച്ചതാണെന്നും പീഡിപ്പിക്കാർക്ക് കാശ് കൊടുത്തത്, അങ്ങനെ പല കാര്യങ്ങളും ആരോപണങ്ങൾ വന്നിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട BJP നേതാവ് PR അത് പറഞ്ഞപ്പം ഒരു കാര്യം കൂടെ പറയണമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപക്ഷെ PFIക്കാരോട് സ്നേഹമുണ്ട്, PFIക്കാരെ ഞങ്ങൾ വിലക്കെടുത്തിരിക്കുന്നു. പിന്നെ PFI പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഞങ്ങൾക്ക് ഓവർലാപ്പ് ചെയ്യുന്നല്ലോ, സൗണ്ട് ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പൊ PFIക്കാർക്ക് ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി ഓർക്കണമായിരുന്നു. RSSകാരനായ രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നത് ഈ കേരളത്തിലെ പോലീസുകാർ തന്നെ അന്വേഷിച്ചു. ഞങ്ങൾക്ക് RSSോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും വരേണ്ട കാര്യമൊന്നും. PFIക്കാരോടാണ് ഞങ്ങൾക്ക് സ്നേഹമെങ്കിൽ രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നത് 60 ദിവസത്തിന്റെ കുറ്റപത്രം കൊടുക്കുകയും വളരെ നല്ല രീതിയിൽ അന്വേഷിച്ച്, കുറ്റപത്രം നല്ല രീതിയിൽ കൊടുത്തെങ്കിലേ കോടതിയിൽ അത് വരുമ്പോൾ ആ രീതിയിൽ വരും. അങ്ങനെ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് ഒരു RSSകാരനെ കൊന്നതിന് അതും PFIക്കാരാണ് പ്രതികൾ. ആ പ്രതികൾക്കെല്ലാം പരമാവധി ശിക്ഷ ലഭിക്കുകയും ചെയ്തു. എന്തെങ്കിലും അവരെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകാമായിരുന്നു. ആ ഇൻവെസ്റ്റിഗേഷനകത്ത് പല ലൂപ്പ് ഹോൾസ് വരുത്താമായിരുന്നു. അവിടെ പിടിച്ച് പ്രതിയെ രക്ഷപ്പെടുമായിരുന്നു. അപ്പൊ അതും കൂടെ ബഹുമാനപ്പെട്ട PR ഇനി ചർച്ചയ്ക്ക് വരുമ്പം രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന RSSകാരനും CPMന്റെ ആളാണോ എന്ന് കൂടി ഇത് വ്യക്തമാക്കണം. കാര്യം ഞങ്ങൾ ഇവിടെ PFകാരെ ഞങ്ങൾ സംരക്ഷിച്ചില്ല, അവിടെ ഞങ്ങൾ PFIക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ഒരുപാട് സംസാരിച്ചതുമാണ്. അതിനകത്ത് SFIക്കുള്ള ഇൻവോൾവ്മെന്റ് എന്തായിരുന്നു? കലാലയത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്തായാലും ബഹുമാനപ്പെട്ട PR ശിവശങ്കർ ചേട്ടൻ കോളേജിൽ പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല, അദ്ദേഹം നല്ല വിദ്യാഭ്യാസമല്ല. കോളേജിലെ രാഷ്ട്രീയം അതിന്റെ കാര്യങ്ങളൊക്കെ കുറെ അധികം വർഷങ്ങൾ, ഞാനും ഏറ്റവും വലിയ സംഘർഷം നടക്കുന്ന കൊല്ലം ശ്രീനാരായണ കോളേജിൽ അവിടുത്തെ SFI നേതാവ് ശ്രീകുമാറിനെ AVPക്കാരെ കൊന്ന ആ വർഷമൊക്കെ SML 1980 പഠിച്ച ആളാണ്. അന്നത്തെ ആ സംഘർഷത്തിനൊക്കെ ദൃക്സാക്ഷി കൂടെ ഒക്കെ ആള്. ഞാൻ പഠിക്കുമ്പോഴാണ് ആ കൊലപാതകം നടക്കുന്നത് 1980 ജനുവരി 4-ന്. അപ്പൊ ആ സംഘർഷങ്ങളൊക്കെ നേരിട്ട് അടിയും വെട്ടും കുത്തും ഒക്കെ കണ്ട് ഓടിയൊക്കെ ചെയ്തിട്ടുണ്ട്, പോലീസ് തിരികെയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സംഘർഷം, അതുമായി ബന്ധപ്പെട്ട സംഘർഷം, അതുപോലെ മഹാരാജ് കോളേജ് അതുപോലെ സംഘർഷത്തിന് പേരുപെട്ടൊരു സ്ഥലം. അപ്പൊ ആ സംഘർഷം ഉണ്ടാവുകയും അവിടെ വെച്ചൊരു വിദ്യാർത്ഥി കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഏത് രീതിയിലായാലും നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല, ആരും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ പോളിസി.
ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട എറണാകുളം കോടതിയിൽ നിന്ന് ഈ രേഖകൾ നഷ്ടപ്പെട്ടു. അത് ചെറിയ കുറ്റമൊന്നുമല്ല. രേഖകൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കുറ്റമാണ്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ വളരെ ഒരു വലിയ പ്രത്യേകതയോടും ഇതിനകത്ത് ആ കുറ്റപത്രം തന്നെ 5000 പേജുള്ള കുറ്റപത്രമാണ്. അതുപോലെ തന്നെ 116 സാക്ഷികൾ. ഈ അഭിമന്യു കേസിനകത്ത് 116 സാക്ഷികളുണ്ട്. 5000 പേജുള്ള കുറ്റപത്രമാണ്. അതുപോലെ നിരവധി രേഖകളുണ്ട്. ഇപ്പൊ ഈ കുറ്റപത്രം നഷ്ടപ്പെട്ടു, അതിന്റെ കൂടെ അത് നഷ്ടപ്പെട്ടു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിന് കുറ്റപത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട സാക്ഷികളുടെ മൊഴിയും പ്രതികളുടെ കുറ്റസമ്മത മൊഴി ഉണ്ടെങ്കിൽ അത് വരും. കൃത്യസ്ഥല മഹസർ, സ്കെച്ച്, പ്ലാന്, മെറ്റീരിയൽ ഒബ്ജക്ട്, ഫോറൻസിക് റിപ്പോർട്ട്, ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന സമഗ്രമായ ഒരു രൂപമാണ് കുറ്റപത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ കുറ്റപത്രം കോടതിയിൽ വളരെ പ്രധാനമായിട്ട് അതിന്റെ സീക്രട്ട് സെക്ഷനിൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ ജഡ്ജിയല്ല. ജഡ്ജി ഇതിന് മൊത്തത്തിലുള്ള കസ്റ്റോഡിയനാണെങ്കിലും അതിന്റെ സൂപ്രണ്ടും അതിന്റെ ക്ലർക്കും എല്ലാം കൂടാണ് വ്യക്തമായിട്ട് രേഖകൾ സൂക്ഷിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ PFIക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി CPMന്റെ അറിവോടുകൂടി കോടതിയിൽ കയറി ഇത് മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. കോടതിയെക്കുറിച്ച് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കോടതിയെ സംബന്ധിച്ച് കോടതിയുടെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ഗവൺമെന്റുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങ് മജിസ്ട്രേറ്റ് കോടതി മുതൽ മേപ്പോട്ടുള്ള എല്ലാ കോടതികളുടെ കോടതി ജീവനക്കാർക്ക് സംഘടനയില്ലേ അഡ്വക്കേറ്റ് ബലദേവ്? ഞാൻ പറഞ്ഞോട്ടെ, എന്നെ ഇടയ്ക്ക് ഇന്റർവ്യൂ ഞാൻ പറയട്ടെ. ഈ കോടതി കാര്യങ്ങള് അഡ്മിനിസ്ട്രേഷൻ പരിപൂർണമായിട്ട് ഹൈക്കോടതിയാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ്. എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ കോടതി കെട്ടിടങ്ങൾ പണിയുക, ഫർണിച്ചർ കൊടുക്കുക, അവർക്ക് ശമ്പളം കൊടുക്കുക. ഈ ജോലി മാത്രമേ ഉള്ളൂ. കോടതി കാര്യത്തിൽ ഗവൺമെന്റ് ഒരു നോക്കുകുത്തിയ. അവർക്ക് പൈസ, സാമ്പത്തിക സഹായം ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഗവൺമെന്റിന്. അവിടുത്തെ ഒരു പിയൂണിനെ പോലും ട്രാൻസ്ഫർ ചെയ്യാൻ ഗവൺമെന്റിന് കഴിയില്ല. അവിടുത്തെ പിയൂണന്മാരായാലും മജിസ്ട്രേറ്റ് ആയാലും മുനിസിപ്പൽ ആയാലും ജഡ്ജി ആയാലും ഇവരുടെ എല്ലാം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. അതിന് പ്രത്യേക വിങ്ങിന്റെ രജിസ്ട്രാർ നേതൃത്വത്തിൽ അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ ഉദ്യോഗസ്ഥർ ആ രീതിയിലാണ് നിൽക്കുന്നത്. അവർക്ക് കോടതിയായി ബന്ധപ്പെട്ട അത് ഓഫീസേഴ്സിനുണ്ട്, ജുഡീഷ്യൽ ഓഫീസേഴ്സിന് സർവീസ് സംഘടനയുണ്ട്, പോലീസുകാർക്കുള്ളതുപോലെ. അതുപോലെ തന്നെ അവിടുത്തെ പ്രോസിക്യൂട്ടർമാർക്ക് സർവീസ്, പ്രോസിക്യൂട്ടർ മാത്രമാണ് ഗവൺമെന്റ് നിയമിക്കുന്നത്. അത് ഗവൺമെന്റ് അത് ശമ്പളം കൊടുക്കുന്നു. ആരാ കൈകാര്യം ചെയ്യുന്നത്? അവരുടെ ഉദ്യോഗസ്ഥർ തന്നെ. ആ സംഘടനയുടെ നേതാക്കന്മാര് ആ കോടതിയിലെ ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കും. അല്ല, സർവീസ് സംഘടനയ്ക്ക് പുറത്തുനിന്ന് വരത്തുള്ള ഉദ്യോഗസ്ഥരെത്തും. സർവീസ് സംഘടനകളുടെ CPM സാർ കൈകാര്യം ചെയ്യുന്നത്. താങ്കളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഹൈക്കോടതിയിൽ ഒരു നാടകം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചുകൊണ്ട് ഒരു നാടകം കെട്ടിയാടിയിരുന്നല്ലോ. ആരാ ആ നാടകത്തിന് പിന്നിൽ? ആരാ? നമ്പ്യാരെ, സർവീസ് സംഘടനകൾക്ക് രാഷ്ട്രീയം ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതെല്ലാം സർവീസ്, അതിപ്പോ കോൺഗ്രസ്, NGO യൂണിയനും NGO അസോസിയേഷനും ഭാരതീയ മസ്ദൂർ സംഘവും ഒക്കെ ഇതിനെല്ലാം രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് കോടതിയിലെ സർവീസ് സംഘടനക്ക് രാഷ്ട്രീയം ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കോടതിയിലെ ജീവനക്കാരെ നിയന്ത്രിക്കാനുള്ള അധികാരം ഗവൺമെന്റിനില്ല. ഒരു പിയൂണിനെ പോലും ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം ഗവൺമെന്റിനില്ല. അതെല്ലാം കോടതിയുടെ തന്നെ പരിധിയിൽ വരുന്നതാണ്. അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഗവൺമെന്റിന് യാതൊരു ബന്ധവുമില്ല. എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രമാണ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത്. അല്ല, ഈ കുറ്റപത്രം അത് അപ്രത്യക്ഷമായി, സ്വയം അപ്രത്യക്ഷമായി എന്നാണോ? എന്താ മനസ്സിലാക്കേണ്ടത്? താങ്കൾ എന്താ പറഞ്ഞു വരുന്നത്? അതിപ്പോ എന്നോട് ചോദിച്ചാൽ എനിക്കെങ്ങനെ പറയാൻ പറ്റും? കുറ്റപത്രം ഇത് ഒരിക്കലല്ല, പലപ്പോഴും ഞങ്ങൾ ഇവിടെ വേറെ ഒരു അവകാശം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു സംസാരിക്കാൻ. കോടതിയിൽ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ഫയലുകൾ പോലും കാണാറില്ല. പിന്നെ ദിവസങ്ങളിൽ വക്കീലന്മാർ, ഞങ്ങളുടെ ക്ലാർക്കുമാരുടെ നിന്നാണ് ചില ഫയലുകൾ കണ്ടെടുക്കുന്നത്. ഇതെങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഇപ്പം പ്രധാനമായിട്ട് രേഖകളെല്ലാം പരിപൂർണമായിട്ടും എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഒറിജിനൽ ഡോക്യുമെന്റ് ശരിയായി കോടതി പോയിട്ടുണ്ടായിരിക്കും. ഒരു ഫോറൻസിക് ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നാൽ അവരുടെ കയ്യിൽ അതിന്റെ ഒരു ഫയൽ കോപ്പിയാണ്. ഇന്ന് തർക്കമൊന്നുമില്ല. ഫോറൻസിക് ലാബിൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റും അങ്ങനെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും കോടതി ഒരു പിച്ചാത്തി എന്തെങ്കിലും അയച്ചാൽ അവരുടെ കയ്യിലും അതിന്റെ ഒരു കോപ്പി കാണും. അയക്കുന്ന ആ ഉദ്യോഗസ്ഥന്റെ പലതരം സമ്മതിക്കുന്നു, ഡിജിറ്റലൈസ്ഡ് രേഖകൾ ഉണ്ടാവും. പക്ഷേ എങ്കിലും നോക്കൂ, ഒരു കോടതിയിൽ നിന്ന്, ഒരു സെഷൻസ് കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ രേഖകൾ അപ്രത്യക്ഷമാവുന്നു. അത് അപ്രത്യക്ഷമായത് എപ്പോഴാണ്? ഡിസംബറിൽ. അതിന്റെ പേരിൽ ആർക്കെതിരെയെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഈ ഒരു കേസ് അന്വേഷിക്കുക, അതിന്റെ നടപടി, ഒരു രേഖ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഞങ്ങൾക്കറിയാതെ ഒരു ചെറിയ രേഖകൾ പോലും നഷ്ടപ്പെടുന്നത് ദോഷകരമാണ്. പ്രതിക്ക് അനുകൂലമായിട്ട് വരും രേഖകൾ നഷ്ടപ്പെട്ടാൽ. പക്ഷെ ഈ രേഖകൾ ഇപ്പോഴത്തെ കാലത്ത് ഇതിനകത്ത് 26 പ്രതികളാണ്. നിയമം പറയുന്നത് 26 പേർക്കും കോപ്പി കൊടുക്കണമെന്നാണ്. പക്ഷെ 26 പേർക്കൂടെ ഒരു വക്കീലാണെങ്കിൽ ഒരു കോപ്പിയാണ് കൊടുക്കുന്നത്. 26 വക്കീലാണെങ്കിൽ 26 പേർക്ക് ഇതിന്റെ കോപ്പി കൊടുക്കണം.
ഒന്നോ രണ്ടോ വക്കീലാണെങ്കിൽ അവർക്ക് മാത്രം 10 പ്രതിക്ക് വേണ്ടി ഒരു വക്കീൽ വന്നാൽ ആ വക്കീൽ ഒരു കോപ്പി കൊടുക്കാം. പിന്നെ ചിലപ്പോൾ കോടതി പറയാറുണ്ട് നിങ്ങൾ ഒരു കോപ്പി അങ്ങ് എടുത്തോളൂ എന്ന്. അതൊരു സൗഹൃദ സംഭാഷണത്തിൽ പറയുന്നതാണ്. കാര്യം ഒത്തിരി 10,000 പേജൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെയുണ്ട്. അപ്പൊ ഈ രേഖകൾ സൂക്ഷിക്കുന്നതിന് ആരാണോ വീഴ്ച വരുത്തിയവർക്ക് നടപടി ഉണ്ടാകണം. കാരണം ഇത് ഇപ്പോഴല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് ഹൈക്കോടതി ജഡ്ജി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹണി വർഗീസ് എന്നാണ് തോന്നുന്ന ജഡ്ജിയുടെ പേര്. റിപ്പോർട്ട് ചെയ്ത് പക്ഷെ പുറത്തു വരുന്നത് 6-ാം തീയതിയാണ്. കാരണം ചാർജ് ഫ്രെയിം ചെയ്യാൻ വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും കുറ്റം വായിപ്പിച്ച് കേൾക്കുന്ന ഈ പ്രതികളെല്ലാവരും ഹാജരായപ്പോൾ ചാർജ് ഫ്രെയിം ചെയ്യാൻ പറ്റിയില്ല. അതിന് മാർച്ച് 18 പോസ്റ്റ് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. ആ നടപടി എടുക്കാനുള്ള അധികാരവും കോടതിക്കാണ്. ജില്ലാ കോടതിയിലെ സ്റ്റാഫ് ആകുമ്പോൾ ജില്ലാ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അവര് നടപടിയെടുക്കും. അല്ല ഗവൺമെന്റ് കേരള മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ ലാ മിനിസ്റ്റർക്കോ ഒന്നും എറണാകുളത്തെ ജില്ലാ കോടതിയിലെ സ്റ്റാഫിന് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോയിന്റ്മെന്റ് മാത്രമേ ഉള്ളൂ. PSC ടെസ്റ്റ് നടത്തി അപ്പോയിന്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കോടതിയാണ് ശമ്പളം കൊടുക്കുന്നതും പ്രൊമോഷൻ കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത്. അതുമായിട്ട് ഈ ഗവൺമെന്റ് കയറി മുഖ്യമന്ത്രിക്ക് ലാ മിനിസ്റ്റർക്കും ഒന്നും എറണാകുളം ജില്ലാ കോടതിയിൽ ഒരു പിയൂഡിനെ സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടുത്തെ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യാനോ പറ്റില്ല. അതെല്ലാം തീരുമാനിക്കുന്നത് കോടതിയാണ്. അപ്പൊ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഹൈക്കോടതിയോട് ചോദിക്കണം. ആ ചോദ്യം ഇവരെ ആരെങ്കിലും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? അതൊന്നും ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്നില്ല. സമ്മതിക്കുന്നു. താങ്കളുടെ വാദം അംഗീകരിക്കുന്നു. അഡ്വക്കേറ്റ് ടി.ബി. മിനി, ഇതുപോലെ വളരെ പ്രമാദമായ ഒരു കേസിൽ, അതിജീവിത ആക്രമിക്കപ്പെട്ട കേസിൽ വളരെ നിർണായകമായിട്ടുള്ള പെൻഡ്രൈവ് അതും പുറത്തുപോയി അല്ലേ? അത് അഡ്വക്കേറ്റ് ടി.ബി. മിനിക്ക് നന്നായിട്ടറിയാം. അത് അരക്കിട്ട് വളരെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിച്ച പെൻഡ്രൈവാണ് പുറത്തേക്ക് പറന്ന് നടന്നത്. അതിലും ഒരാളെയും അങ്ങനെ പോയ കേസിലും ഒരാളെയും ഇതുവരെ പിടിച്ചിട്ടില്ല. ആരുടെ പേരിലും നടപടി ഉണ്ടായിട്ടില്ല. അതും ഞാൻ ഹൈക്കോടതിയോട് തന്നെയാണ് ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് ബലദേവിൻ്റെ വാദം മുഖവിലക്കെടുത്തുകൊണ്ട് ഹൈക്കോടതിയോട് ചോദിക്കുന്നു, എന്തേ ഇതിലൊന്നും നടപടിയെടുക്കാത്തത്? എങ്ങനെ ഇത് പോയി? വളരെ സുപ്രധാനമായിട്ടുള്ളൊരു രേഖയാണ് പുറത്തു പോയത് അല്ലേ? ഇതും എനിക്ക് തോന്നുന്നു ചേർത്ത് വായിക്കാമെന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് ടി.ബി. മിനി, അതില് ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യണത് കുറച്ചുകൂടി സ്പെസിഫിക് ആയാൽ നല്ലതാണ്. കാരണം ഒരു കോടതിയിൽ നിന്നും ചാർജും ഫൈനൽ റിപ്പോർട്ടും ഒറിജിനലിൽ പോയി എന്ന് പറയുന്നതാണ് നമ്മളുടെ തർക്കം. അതില് അഭിമന്യുവിന്റെ കേസ്, നടി ആക്രമിച്ച കേസ്, രണ്ടും കൂട്ടി വായിക്കുക എന്നാണ് അനിൽ പറയുന്നത്. അത് കറക്റ്റുമാണ്. ഒരു കോടതിയിൽ വളരെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട ഇത്തരം രേഖകൾ നഷ്ടപ്പെടുമ്പോൾ എന്താണ് അതിലെ നടപടി ഉണ്ടാകേണ്ടത്? ഫസ്റ്റ്, അത്തരത്തിലൊരു കാര്യം കോടതി കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആരുടെ കസ്റ്റഡിയിലായിരുന്നോ അത് സൂക്ഷിച്ചിരുന്നത്, ആ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുടെ ഒന്നുകിൽ ബോധപൂർവം അല്ലെങ്കിൽ കെയർലെസ്, രണ്ടായാലും നടപടി വരേണ്ടതാണ്. ആ നടപടി വരുന്നില്ല എന്ന് പറയുന്നതിലാണ് ആശങ്ക. ഇപ്പൊ നമ്മൾ ഒരാളാണ് തെറ്റ് ചെയ്തത് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏതൊരു സർക്കാർ സർവീസിലും ഒരാള് കസ്റ്റോഡിയനായിട്ടുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായി, തെറ്റുണ്ടായി എന്ന് കണ്ടാല് ഫസ്റ്റ് നമ്മൾ സസ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആ സസ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ എൻക്വയറി. സസ്പെൻഡ് ചെയ്യാതെ എൻക്വയറി നമ്മൾ നടത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അയാൾക്ക് വീണ്ടും തെളിവുകൾ നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് അത് ഹൈക്കോടതിയിലെ സംവിധാനമാണെങ്കിലും അത് സർക്കാരിലെ മറ്റ് സർവീസ് ആണെങ്കിലും സ്റ്റേറ്റ് സെൻട്രൽ സർവീസ് ആണെങ്കിലും അത് ചെയ്യണം. അതൊന്നും ഇത്തരം കേസുകളിൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ നടി ആക്രമിച്ച കേസിലാണെങ്കിലും ഇതുവരെയായിട്ടും ആരെയും സസ്പെൻഡ് ചെയ്തതായിട്ടോ ആ നിലയിൽ ഒരു അന്വേഷണം നടത്തിയതായിട്ടോ നമുക്കറിയില്ല. അഭിമന്യു കേസ് എന്ന് പറഞ്ഞത് ഒരു നിസ്സാര കേസല്ല. നടി ആക്രമിച്ച കേസ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അവിടെ നേരത്തെ അഡ്വക്കേറ്റിന്റെ പേര് ഞാൻ മറന്നുപോയി, ബലദേവ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മൾക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാവർക്കും എല്ലാ പ്രതികൾക്കും കിട്ടുന്നതാണ് കോപ്പി. പക്ഷെ ഇതിന്റെ ഒറിജിനൽ രേഖയാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത് ഒറിജിനൽ രേഖയാണ്. മറ്റെല്ലാം ഫോട്ടോ കോപ്പി എങ്ങനെയാണ് ട്രയൽ കോടതിയിൽ മാർക്ക് ചെയ്യാം? അതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അഭിമന്യു കേസില് ഒറിജിനൽ രേഖകൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ, അതായത് ചാർജ് കൊടുത്താൽ നമുക്കൊരു കോപ്പി കിട്ടാൻ പ്രയാസമില്ല. എനിക്കറിയില്ല ഹൈക്കോടതി എന്തുകൊണ്ടാണ് കോപ്പി കിട്ടാൻ പ്രശ്നമില്ലല്ലോ. അഡ്വക്കേറ്റ് മറ്റേ
പ്രതികളുടെ അഡ്വക്കേറ്റ് ഇല്ലേ, അവരുടെ അതല്ലല്ലോ പ്രധാനം. അതല്ലല്ലോ പ്രധാനം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറിജിനൽ ഡോക്യുമെന്റ് ട്രയൽ നടക്കുന്ന സമയത്ത് മാർക്ക് ചെയ്യണം. ഇത് ഇന്നതാണ്, FIR ആണ്, ഇത് ഇന്നതാണ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് ഇന്ന ഡോക്യുമെന്റ് ആണ്. ഒറിജിനൽ അല്ലേ മാർക്ക് ചെയ്യണത്, ഒറിജിനൽ അല്ലാത്ത മാർക്ക് ചെയ്യാൻ പറ്റൂ. അവിടെയാണ് ഈ കേസ് ഇല്ലാണ്ടായി പോവും. അഭിമന്യുവിന്റെ കേസ് അത് പ്രതികളെ ഇത്ര കാലമായിട്ടും ട്രയൽ നടന്നില്ല എന്ന് പറയുന്നത് ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. ജനൻ TVക്ക് ഇപ്പോൾ ഇത് എടുക്കുന്നതിന് വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇടതുപക്ഷക്കാരിയാണ്. ഞാൻ ഈ അഭിമന്യുവിനെ കൊല ചെയ്ത വിഷയത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ള നിലപാടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രയൽ ഇങ്ങനെ നീണ്ടുപോകുന്നതും ഈ ചാർജ് വായിച്ച് പ്രതി തന്നെ, ഒന്നാം പ്രതി തന്നെ കീഴടങ്ങിയ, പിടിച്ചിട്ടില്ല. അതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതും ഇതിൽ ഗൗരവമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ചുമയാണ്, അതുകൊണ്ട് എനിക്ക് ചുമയാണ്. അപ്പൊ അതൊരു ഗൗരവമായ കാര്യമാണ്. പിടിക്കപ്പെട്ടിട്ടില്ല പ്രതി വന്ന് കീഴടങ്ങുന്നു. ആ പ്രതി വന്ന് ചാർജ് ഫ്രെയിം ചെയ്ത സമയത്ത് ഒറിജിനൽ സാധനങ്ങൾ കാണാതെ പോകുന്നു എന്ന് പറയുന്നതിന് എന്ത് അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞാലും സർക്കാർ ഇതിന് മറുപടി പറയണം. സർക്കാർ മറുപടി പറയണം. കാരണം ഈ വിവരങ്ങൾ അറിഞ്ഞാൽ അടിയന്തരമായി ഇടപെടേണ്ട ഉത്തരവാദിത്തം ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ട്. അത് ആരോടത്തും മറച്ചു വെച്ചിരിക്കാല്ലേ. കാരണം നമ്മളിത് പറയുന്നത് ഇതിൽ അഭിമന്യുവിന്റെ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. യെസ്, വളരെ വ്യക്തമാണ്. ഷമാസ്, ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൂടി പറയുകയാണ്, ഞങ്ങളാണ് ആദ്യമായി രേഖകൾ നഷ്ടപ്പെട്ട കാര്യം പൊതുസമൂഹത്തെ അറിയിക്കുന്നത്. അതിൽ ഞങ്ങളുടെ സതുദ്ദേശം മാത്രമേ ഉള്ളൂ. അതായത് ഇത്രയും പ്രമാദമായ ഒരു കേസിലെ പ്രതികൾ യാതൊരു കാരണവശാലും രക്ഷപ്പെടരുത്, അവരെ ശിക്ഷിച്ചേ മതിയാവൂ. ഇപ്പം നോക്കൂ, നമ്മുടെ സിദ്ധാർത്ഥൻ്റെ കേസിൽ അന്വേഷണം, അതും ഇതുപോലെ അഭിമന്യുവിൻ്റെ കേസന്വേഷണത്തിൽ തുടക്കം മുതൽ പാളിച്ചകളുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതും ഇങ്ങനെ ഡിറെയിൽഡായിട്ട് പോവുകയാണ്. പാളം തെറ്റിയ അവസ്ഥയിലാണ് സിദ്ധാർത്ഥൻ്റെ അന്വേഷണവും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അഭിമന്യു കൊല്ലപ്പെട്ട ആ കേസ് അത് വീണ്ടും വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യണം എന്ന സതുദ്ദേശം മാത്രമേ ഉള്ളൂ, മറ്റൊരു ദുരുദ്ദേശവും ഇല്ല. അഡ്വക്കേറ്റ് ടി ഭീമിനി. ഓക്കെ ഷമാസ്, ഇപ്പം നേരത്തെ അഡ്വക്കേറ്റ് ബലദേവ് ചൂണ്ടിക്കാണിച്ചു, അതായത് ഇതിൽ സർക്കാരിനെ ഒരു കാരണവശാലും കുറ്റം പറയരുത്, നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തിക്കോളൂ എന്ന്. പക്ഷേ ഇവിടെ ഇത്രയും പ്രമാദമായ ഒരു കേസ് അതിൻ്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ പെട്ടെന്ന് തന്നെ വിചാരണ ചെയ്ത് പ്രതികളെ ശിക്ഷിക്കേണ്ട ഒരു കേസാണ്. ഇപ്പോൾ നോക്കൂ, കുറ്റപത്രം സമർപ്പിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. ഈ 5 വർഷം 5 വർഷം എത്താൻ പോകുന്നു. 2024 ജൂലൈ ആകുമ്പോഴേക്കും 5 വർഷമാവും. ഈ കേസിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആദ്യം നടന്നു. ഇപ്പോൾ ഈ വിചാരണ കൂടി അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണ്ടേ ഇതിനെ കാണാൻ? അതിന് പിന്നിലുള്ള ശക്തികൾ ആരാണെന്ന് പുറം ലോകം അറിയേണ്ടതല്ലേ ഷമാസ്? തീർച്ചയായും ഇവിടെ നമ്മൾ ഈ വാദങ്ങളൊക്കെ പല ദിശകളിൽ നിന്ന് കേൾക്കുമ്പോഴും അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഈ സമയം വരെ ഉള്ള എല്ലാ നടപടിക്രമങ്ങളും ദുരൂഹമായിരുന്നു എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത സമീപനമാണ് ഈ അഭിമന്യു കൊലക്കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെയും പാർട്ടിയുടെയും ഭാഗത്ത് നിന്നൊക്കെ തുടക്കം മുതൽ സ്വീകരിച്ചു കൊണ്ടുള്ളത്. അത് തന്നെയാണ് ഈ സംശയങ്ങൾക്കൊക്കെ ബലം പകരുന്നത്. പ്രതികളെ കൃത്യമായി പിടികൂടുന്നില്ല, അവർക്ക് ഒളിവിൽ കഴിയാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അതിനുശേഷം കുറ്റപത്രം സമർപ്പിച്ചിട്ടും വിചാരണ തുടങ്ങാതെ നീട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ വ്യത്യസ്ത തലത്തിൽ ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും അട്ടിമറിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കം സർക്കാരിന്റെയും സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന
ആളുകളെയും ഭാഗത്തുനിന്ന് ബോധപൂർവമായി തന്നെ ഉണ്ടാകുന്നു. സംശയം ഏറ്റവും പ്രധാനമായി അവിടെയാണ്. പിന്നെ ഇപ്പൊ ഏറ്റവും അവസാനം ഈ രേഖകൾ നഷ്ടപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോ ഇതിൽ സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ല, ഇടതുപക്ഷത്തിന് ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ജീവനക്കാരുടെ സംഘടനയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, അതൊക്കെ കോടതിയുടെ കാര്യമാണ്, ഇതിന്റെ എല്ലാം സമ്പൂർണ്ണ ആധിപത്യവും നിയന്ത്രണവും ഹൈക്കോടതിയിൽ മാത്രം നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞ് കൈകഴിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇന്ന് മന്ത്രി പി രാജീവ് DGPയോട്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് വിശദീകരണം ചോദിച്ചത്? അത് കോടതിയുടെ കാര്യമാണ്, അത് കോടതി നോക്കിക്കോളെന്ന് മന്ത്രിക്ക് പറഞ്ഞാൽ പോരെ? എന്തിനാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചത്? ഇവരിപ്പോ വലിയ പ്രസ്താവനയൊക്കെ ഇറക്കി, പ്രതികരണമൊക്കെ ഇറക്കി, SFI ആകെ ഞെട്ടൽ രേഖപ്പെടുത്തി, സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ, പാർട്ടിയുടെ ഭാഗമുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, എന്തോ നടക്കാൻ പാടില്ലാത്ത സംഭവിച്ചു, ഇതാലോ ഭൂലോകം അട്ടിമറിഞ്ഞു എന്നൊക്കെ. ഇതെല്ലാം കൃത്യമായ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉയർന്നു വന്ന സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അഭിമന്യു കൊല്ലപ്പെട്ടത് പോലും കൃത്യമായ ഒരു ഗൂഢാലോചന അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ പോപ്പുലർ ഫ്രണ്ടുകാരനേക്കാൾ പ്രതിസ്ഥാനത്ത് അതിന്റെ ചോദ്യങ്ങളുടെ മുൻനിരയിൽ നിന്നത് ഈ പറയുന്ന SFI നേതാക്കളാണ്. അത് ഇവിടെ സൂചിപ്പിച്ചു. അഭിമന്യുവിനെ വിളിച്ചു വരുത്തിയ സംഭവം, ആശുപത്രിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസങ്ങൾ, അങ്ങനെ ഒരു തരത്തിലും ഒരു അതിന്റെ പശ്ചാത്തലം ഒക്കെ പരിശോധിച്ചാൽ SFI ആകെ അങ്ങ് പ്രതിക്കൂട്ടിലാകുന്ന, ബോധപൂർവം ഒരുപക്ഷെ രക്തസാക്ഷിയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ശ്രമം ഇതിന്റെ പിന്നിൽ ഉണ്ടായോ എന്നൊക്കെ സംശയിച്ചു പോകുന്ന പല ഘട്ടങ്ങളും ഈ അഭിമന്യു കൊലക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ ഇതെല്ലാം അങ്ങ് അട്ടിമറിച്ചതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ വേണ്ടി കഴിയുമോ? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കുറ്റപത്രത്തെ സംബന്ധിച്ച് 5000-ഉം 6000-ഉം പേജുള്ള കുറ്റപത്രമാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു കാറ്റത്ത് പറന്നു പോകുന്ന ഒരു പേപ്പർ അല്ല. കെട്ടുകണക്കിന് രേഖകൾ കോടതി മുറിയിൽ നിന്ന് അത് അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് നിസ്സാരമായി തള്ളിക്കളയാൻ വേണ്ടി കഴിയുമോ? ഇവിടെ സാധാരണഗതിയിൽ തന്നെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ, ഈ സംഭവം നടന്ന ഡിസംബറിൽ ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും ഇന്ന് വരെ അതിന് സൂക്ഷിപ്പുകാരനുണ്ടാവുമല്ലോ. കോടതിയിൽ രേഖ നഷ്ടപ്പെട്ടാൽ മജിസ്ട്രേറ്റ് അല്ലല്ലോ, ജഡ്ജി അല്ലല്ലോ അതിന്റെ ഉത്തരവാദി. ഈ കാര്യങ്ങൾക്കും രേഖകൾക്കും തൊണ്ടിമുതലിനും മറ്റ് അടിസ്ഥാനപരമായ കോടതിയിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഓരോ കാര്യത്തിനും ഓരോ കസ്റ്റോഡിയൻ ഉണ്ടാവില്ലേ? അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഉണ്ടാകില്ലേ? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഈ ഇതേ കോടതിയിൽ നിന്നാണ് പെൻഡ്രൈവ് പുറത്തുപോയത്. നോക്കൂ, ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണത്. എന്നിട്ട് പോലും നടപടി എടുത്തില്ല. അപ്പം നേരത്തെ അഡ്വക്കേറ്റ് ബലദേവ് പറയുകയും ചെയ്തു, അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതും കാണാതാവുന്നതൊന്നും ഒരു വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ. അല്ല, അതാണ് ശ്രീ അനിൽ നമ്പ്യാർ, ഇവർ ഇതൊക്കെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് ഇതിലൊന്നും വലിയ കാര്യം ഇല്ലെന്നേ, ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്ന് ഇവർക്ക് തോന്നുന്നു. അല്ല പറഞ്ഞു, നിങ്ങൾ ആ രീതിയിൽ തന്നെയാ അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞു. ഞാൻ സത്യം പറയാൻ അതിശയിച്ചു പോയി. താങ്കളെപ്പോലുള്ള ഒരാൾ, ഒരു അഭിഭാഷകൻ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല നമ്പ്യാരെ, ഞാൻ പറഞ്ഞ രേഖകൾ പലപ്പോഴും കോടതിയിൽ നഷ്ടപ്പെടാറുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ഞാൻ നഷ്ടപ്പെട്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞു, രേഖകൾ നഷ്ടപ്പെടാറുണ്ട്, പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്, അത് ഗുരുതരമായ വീഴ്ചയാണ് എന്നാ ഞാൻ പറഞ്ഞു. അല്ല, നിസ്സാരമെന്ന് പറയാൻ ആവശ്യമില്ലാതിരുന്ന് കളിയാക്കരുത്. ശരി, അല്ല നിസ്സാരം, നീ പറഞ്ഞ പോലെ ഇനി നിസ്സാരം അല്ലെങ്കിൽ അങ്ങനെ പലപ്പോഴും നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഒന്നാണ് അഭിമന്യു കേസിലെ രേഖകൾ നഷ്ടപ്പെട്ടെന്ന് അദ്ദേഹം സംബന്ധിച്ച് ഞാൻ എന്തായാലും സ്വാഗതം ചെയ്യുകയാണ്. ഒരു തരത്തിൽ ഒരു സാമാന്യ മര്യാദ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ഓക്കെ, നമ്പ്യാർ ആവശ്യമില്ലാത്ത എന്റെ വായി കൊണ്ട് വെക്കരുത് നമ്പ്യാർ, ഞാൻ പറയാത്ത കാര്യം അല്ല. ഇനി എങ്ങനെയാണെങ്കിലും ഈ ശ്രീ ബലദേവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വളരെ പ്രയാസപ്പെട്ട് ഇതിനെ ന്യായീകരിക്കാൻ ഇരിക്കപ്പെട്ട ആളുകളാണ്. അദ്ദേഹത്തോട് നമുക്ക് ഒരു തരത്തിലും സാധിപ്പിക്കല്ലാതെ മറ്റൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇവിടെ എല്ലാം ആസൂത്രിതമായി നടന്ന കാര്യങ്ങളാണ്. ഈ കോടതി രേഖകളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇതിന്റെയൊക്കെ നമുക്കൊക്കെ ആകെ അവസാനം ഈ ഭരണവും പാർട്ടി സംവിധാനവും പാർട്ടി കോടതികളും എല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ അവസാന പ്രതീക്ഷയായി ഈ നാട്ടിലെ ജനങ്ങളും പൊതുസമൂഹവും കാണുന്നത് ജുഡീഷ്യൽ സംവിധാനത്തെയാണ്. അതിനെ പോലും മര്യാദക്ക് വിടില്ല എന്ന് പറഞ്ഞാൽ അവിടെയും രക്ഷയില്ല, അവിടെയും നീതി ലഭ്യമാകില്ല. ഇമ്മാതിരി തട്ടിപ്പും അട്ടിമറിയും അവിടെയും നടക്കുന്നു. അതിനൊക്കെ ഉള്ള ഒരു വേദിയായി കോടതി മുറികളും കോടതിയിലെ അടിസ്ഥാന സംവിധാനങ്ങളും എല്ലാം മാറുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയാനകരമാണ് ഈ സാഹചര്യം എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. ഇവിടെ
കോടതിയുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അഭിമന്യു കേസ് അതുപോലെയല്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പ്രതികളായ കൃത്യമായ ചില അഡ്ജസ്റ്റ്മെന്റുകൾ CPM-നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആണല്ലോ. പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ചകൾ നടക്കുകയും വോട്ട് കച്ചവടം നടക്കേണ്ട സമയമാണല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത്തരം അഡ്ജസ്റ്റ്മെന്റിൽ ഒരു വശത്തുണ്ടാകാം. പിന്നെ ചില നീക്കുപോക്കുകളൊക്കെ ഒരു കേസിൽ രക്ഷപ്പെടുത്തുമ്പോൾ മറു കേസിൽ പ്രതിക്കൂട്ടിലാകുന്നുണ്ടാവും, ജയിലിലാകുന്നുണ്ടാവും. ഇതെല്ലാം ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പിണറായി വിജയന്റെയും CPM-ന്റെയും ചില തന്ത്രങ്ങളുടെയൊക്കെ ഭാഗമായിരിക്കാം. എന്തായാലും ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹവും വിദ്യാർത്ഥി സമൂഹവും എല്ലാം നോക്കി കാണുന്നുണ്ട്. ഈ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയിട്ട് വർഗീയത തൊലയട്ടെ എന്ന് ചുവരിൽ എഴുതിയോണ്ട് മാത്രം കാര്യമില്ല. ഇനിയിപ്പോ SFI-കാരനെല്ലാം ഏതെങ്കിലും ടോയ്ലറ്റിനകത്ത് കയറിയിട്ട് ഉറക്ക മുദ്രാവാക്യം വിളിച്ചോട്ടെ വർഗീയത തൊലയട്ടെ എന്ന്. അമ്മാതിരി അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടെത്തിച്ചതിൽ എന്തായാലും നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതെ അതെ ശിവശങ്ക, ഇവിടെ ഈ ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർമാർക്കും ജീവനക്കാർക്കും എന്തിനാണ് ഈ സംഘടന? ആ സംഘടന ആരുടെ കൈകളിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഡ്വക്കേറ്റ് ബലദേവൻ ഒരു പക്ഷേ അതറിയില്ലായിരിക്കും, അദ്ദേഹം അജ്ഞനായിരിക്കാം. ഇപ്പോൾ ഈ സിവിൽ ക്രിമിനൽ ജുഡീഷ്യൽ ഓഫീസർമാർക്കൊക്കെ പ്രത്യേക സംഘടനകളുണ്ട്, ജീവനക്കാർക്കും പ്രത്യേക സംഘടനകളുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഹൈക്കോടതിയിലാണ് ഒരു നാടകം, നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടൊരു നാടകം. അന്ന് ആരുടെയൊക്കെ പേരിൽ നടപടി എടുത്തു എന്നല്ലാതെ പിന്നെ അതിൽ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ ഈ കോടതിക്കകത്ത് ഇങ്ങനെ പലതും സംഭവിക്കുന്നു. അത് കോടതിയാണ്, അതുകൊണ്ട് നമ്മളൊന്നും അറിയേണ്ടതാണോ? പൊതുസമൂഹം ഒന്നും അറിയേണ്ടല്ലോ. നേരത്തെ ഷമ്മാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെയൊക്കെ അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. ഇപ്പോൾ ജുഡീഷ്യറിയിലും ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ പിന്നെ സാധാരണക്കാർ എവിടെ അഭയം പ്രാപിക്കും? ആ ഒരു ആശങ്ക, ആധി, അത് മുഖവിലക്ക് എടുക്കേണ്ടതല്ലേ? അനന്തമ്പിയാർ, എനിക്ക് അഡ്വക്കേറ്റ് ബലദേവൻ്റെ വാദവും കേട്ടപ്പോൾ സത്യത്തിൽ ചിരിക്കാനാണ് തോന്നിയത്. കാരണം അദ്ദേഹം പറയും സുപ്രീം കോടതി വിധികളും സുപ്രീം കോടതിയും ഇടതുപക്ഷ നേതാക്കളും പറയുന്നത് BJP സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. പക്ഷേ കേരളത്തിൽ അത് സാധിക്കില്ല. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിയന്ത്രിക്കുന്നതൊക്കെ BJPക്ക് ചില ആഭിജാത്യമോ അല്ലെങ്കിൽ ചാത്തൻ സേവയോ ഉണ്ടോ എന്ന് അദ്ദേഹം പറയുന്നത് എനിക്കറിഞ്ഞില്ല. ഇനിയിപ്പോൾ ഭ്രമയുഗം കാലമാണല്ലോ, ഇനി അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നത്. പക്ഷേ കേരളത്തിലില്ല. കേരളത്തിൽ ഞാൻ K. കരുണാകരൻ്റെ വാക്കെടുത്ത് പറഞ്ഞാൽ എൻ്റെ കാല് തൊടാത്ത ആരും ഇവിടെ ജഡ്ജിമാരില്ല എന്ന് പറഞ്ഞൊരു K. കരുണാകരൻ നേതാവുണ്ട്. അത് ശരിയുമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെയൊക്കെ KM മാണിയുടെയൊക്കെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല ജഡ്ജിമാരും പോയിരിക്കുന്നതും അതുപോലെ തന്നെ കാര്യം ചെയ്തു. അപ്പോൾ ഈ പിന്നെ ജഡ്ജിമാർക്ക് എങ്ങനെയാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പല പോസ്റ്റും കിട്ടുന്നത് പല കാര്യത്തിലും. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസിന് വരെ എന്തൊക്കെ പോസ്റ്റാണ് കിട്ടിയെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊന്നും ഒരു ബൽദേവ് കാണില്ല. അതൊന്നും കേരളത്തിൽ നടക്കില്ല. ഇത് കേരളമാണ്. പിന്നെ കേരളത്തിൽ വേറെ പ്രത്യേക ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ ജില്ലാ ജഡ്ജിക്കെതിരെ പ്രകടനം നടത്തിയ അഡ്വക്കേറ്റുമാരുണ്ട്. മുഴുവൻ ജഡ്ജിമാരുടെയും പിന്തുണയോടെ അഡ്വക്കേറ്റുമാർ മാധ്യമങ്ങളെ തല്ലി ഓടിച്ച ചരിത്രമുണ്ട്. അതൊക്കെ ഒരു ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു എന്ന് അവർ പറയും. ഇതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഇത്തരത്തിൽ കോടതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്കറിയാം. എറണാകുളത്തെ അഡ്വക്കേറ്റുമാർക്കൊക്കെ അറിയാം ഇവിടെ ആരാണ് കോടതിയെ നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് ജഡ്ജിമാരുണ്ടാകുന്നത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റിംഗ് നടക്കുന്നത്, വിധി നടക്കുന്നത്, വിധി സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കോടികൾ മേടിച്ച അഡ്വക്കേറ്റുമാരുടെ കഥ. ഇതെല്ലാം നടക്കുമ്പോഴാണ് പുതിയതായിട്ട് ഇപ്പോൾ രേഖകൾ വരെ അടിച്ചു മാറ്റുന്നു, രേഖകൾ പൂർണ്ണമായി ഇല്ലാണ്ടാകുന്നു എന്നുള്ള രീതിയിലുള്ള കഥകളും വരുന്നത്. ഇതെല്ലാം ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും. ഇതുവരെ ഗവൺമെൻറ്റിന് അത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ചില രീതിയിലുള്ള പ്രഷർ ഉണ്ടാവും, അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഒരു കൊലപാതകിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനം ചെയ്യുന്നത് ഒരുപക്ഷെ കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ 2-3 കാര്യങ്ങളോട് ഇതിൻ്റെ കൂടെ പറയാം. ഒന്ന്, ഇത് ഡിസംബറിൽ പോയി എന്ന് ഇവർ പറയുന്നതാണ്. അതായത് ഹൈക്കോടതി അന്വേഷിക്കുമ്പോൾ ഡിസംബറിൽ കാണാതായി എന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ റിപ്പോർട്ട് പോയതിന് ശേഷമായിരിക്കും ആ പ്രതി വന്ന് ഹാജരായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും.
കാരണം ഈ സാധനങ്ങൾ മാറി പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷമായിരിക്കും ആ പ്രതി വന്ന് കീഴടങ്ങിയത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇത് അന്വേഷിച്ചപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പോലീസുകാരെ ഉയർത്താൻ വേണ്ടി കാണിച്ച അടുത്ത ഒരു ഉദാഹരണമുണ്ടല്ലോ. രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റവും വളരെ ശക്തിയായ കൃത്യമായ അന്വേഷണം നടത്തിയെന്ന് അദ്ദേഹം പറയുന്നു. അത് തന്നെയാണ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണം. രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം നടന്നപ്പോൾ ആ കൊലപാതകത്തിൽ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കപ്പെടണമെന്ന് രഞ്ജിത്ത് ശ്രീനിവാസൻ എവിടെയാണോ വർക്ക് ചെയ്തിരുന്നത്, ഏത് പ്രസ്ഥാനത്തിന്റെ കൂടെയാണോ വർക്ക് ചെയ്തിരുന്നത്, ആ പ്രസ്ഥാനത്തിന് ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഞങ്ങൾ അതിന്റെ പുറകെ ഉണ്ടായിരുന്നു. കോടതിയിലെ അഡ്വക്കേറ്റുമാരും അതുപോലെ തന്നെ ജനങ്ങളും പാർട്ടിയും എല്ലാം ഈ അന്വേഷണത്തിന് പോലീസിന്റെ മുകളിൽ കണ്ണിമ വെട്ടാതെ ഉണ്ടായിരുന്നു. അല്ല ശിവശങ്കർ, ആ ആത്മാർത്ഥത എന്തുകൊണ്ട് CPM-നും SFI-ക്കും ഇല്ല അല്ലേ? അതാണ് ചോദ്യം. പോലീസിന് അത് തന്നെയാണ് പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ മരണം നടന്നപ്പോൾ, ആ കൊലപാതകം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് CPM സാധാരണഗതിയിൽ അതൊരു AVP, ഇപ്പൊ KSUവിന്റെ ഇവിടുത്തെ നേതാവിനെ അറിയാമല്ലോ, മഹാരാജാസ് കോളേജിൽ ഒരു KSUവിന്റെ പ്രവർത്തകൻ SFI നേതാവിനെ ഒന്ന് തല്ലിയാൽ അല്ലെങ്കിൽ ഒന്ന് ആക്രമിച്ചാൽ ആ അന്നത്തെ ദിവസം DCC ഓഫീസിലോ SFI KSUവിന്റെ ഓഫീസിലോ കയറിയവർ തല്ലും. ഒരു സംശയമില്ല. അതിനുശേഷം എത്രയോ വർഷം കഴിഞ്ഞ് പിന്നെ KSUവിന്റെ നേതാക്കൾക്കൊന്നും അവിടെ കയറാൻ പറ്റില്ല. എനിക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ മഹാരാഷ്ട്രയിലേക്ക് മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുമ്പോൾ ഭയപ്പെട്ടും ചില ഏക്ഷനൊക്കെ കാണിച്ചിട്ടാണ് അതിനകത്ത് ആ കാലഘട്ടത്തിൽ പോയിരുന്നത്. സമ്മതിക്കില്ല, ഒരു പ്രവർത്തകനെ അവർ കയറ്റാൻ സമ്മതിക്കില്ല. മറ്റേ ABVP-യുടെ കൊടി ഉയർത്തിയപ്പോൾ പരസ്യമായിട്ട് കീറാനായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. അവർ ഭീഷണിപ്പെടുത്തി നിന്നിട്ട് മാത്രമാണ് അവിടെയെല്ലാം ഞങ്ങൾ വിദ്യാർത്ഥി പരിഷത്തിന്റെ കൊടി ഉയർത്തിയതും പ്രവർത്തനം നടത്തിയതും. മഹാരാജാസ് കോളേജ് അത്തരത്തിലുള്ള ഒരു ക്യൂബയോ പണ്ടത്തെ പോളണ്ടൊക്കെയാണ്. KSU പ്രവർത്തകരും ഒക്കെ അറിയും. ഞങ്ങളൊക്കെ KSU പ്രവർത്തകർ ഞങ്ങളും കൂടെ പലപ്പോഴും ഒരുമിച്ച് നിന്നിട്ട് മാത്രം ഇവരെ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടില്ല. അത്രയേറെ ശക്തമായ ചെഗുവേരയുടെ കൊടിയും പിടിച്ചുകൊണ്ട് കാടന്മാരെ പോലെ എതിരാളികളെ അടിച്ചമർത്തുന്ന, അവരുടെ ശബ്ദത്തെ തകർക്കുന്ന, എന്തിന് തങ്ങൾക്കെതിരെ പറയുന്ന അധ്യാപകരെയും പ്രിൻസിപ്പലിന്റെയും കസേര കത്തിക്കുന്ന, അവരുടെ എന്താ പറയുക, അവരുടെ ശവശരീരം അടക്കം ചെയ്യുന്ന രീതിയിലുള്ള സമരങ്ങളാണ് കേരളത്തിലും മഹാരാജാസ് കോളേജിൽ പ്രത്യേകിച്ച് നടത്തിയത്. മഹാരാജാസ് കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കണമെങ്കിൽ SFI എല്ലാം നടക്കില്ല. ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്നിട്ട് പോലും ഇത്ര ശക്തമായ പ്രതിഷേധം നടത്തുവാൻ കരുത്തുള്ള ഒരു സംഘടന എന്തുകൊണ്ടാണ് ഈ സമരം നടത്താത്തത്? എന്തുകൊണ്ടാണ് അന്വേഷണത്തിലെ അപാകത ഉണ്ടെന്ന് പറഞ്ഞ മുൻ MLA സൈമൺ ബ്രിട്ടാനെ പോലും തിരുത്തുവാൻ തയ്യാറാകുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് SFI-ക്ക് ആത്മാർത്ഥതയില്ല എന്നാണ്. SFI-ക്ക് ആത്മാർത്ഥതയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആത്മാർത്ഥതയില്ല, CPM-ന് ആത്മാർത്ഥതയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആത്മാർത്ഥതയില്ലാത്തതും അതുപോലെ തന്നെ പ്രതികളെ പിടിക്കാത്തതും പിടിച്ച പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന രീതിയിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നതും അന്വേഷണം നീണ്ടുപോകുന്നതും ഇപ്പോഴിതാ അവസാനമായിട്ട് ഈ മുഴുവൻ പത്രങ്ങളും അതുപോലെ കുറ്റപത്രമടക്കം അതുപോലെ തന്നെ റിപ്പോർട്ടടക്കം CRPC അടക്കം സൈറ്റ് പ്ലാൻ അടക്കം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൽ എത്ര കോപ്പി ഉണ്ടാവും, എവിടെയുണ്ടാവും, ഡിജിറ്റൽ കോപ്പി ഉണ്ടോ, ഒറിജിനൽ മാറ്റിയത് ഇപ്പോൾ കോപ്പിയിൽ തിരുത്തപ്പെട്ടിട്ടുണ്ടോ, ഡ്യൂപ്ലിക്കേറ്റിന് അംഗീകരിക്കാൻ പറ്റുമോ, അത്തരത്തിൽ ഇതെല്ലാം നാളെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രതിക്ക് അനുകൂലമായി എന്തെങ്കിലും വരും എന്നുള്ള സംശയം സാധാരണ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകക്ഷികൾക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു കാരണമാണ് ഇവർ വെറും നിഷ്പക്ഷര അല്ലെങ്കിൽ വെറും കോടതി അന്വേഷണം വേണം അല്ലെങ്കിൽ DGP കോടതി അന്വേഷണം വേണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ പാർട്ടികളുടെ പല നേതാക്കളുടെയും, അഭിമന്യുവിൻ്റെ മാത്രമല്ല പല നേതാക്കളുടെയും മരണം, ഇപ്പൊ സിദ്ധാർത്ഥന്റെ മരണം മാത്രമല്ല, പണ്ട് കാലഘട്ടത്തൊട്ട് ബലദേവിനൊക്കെ ചരിത്രം വായിച്ചിട്ടുണ്ടാവും, അഴീക്കോടന്റെ മരണം മുതൽ സഖാവ് കൃഷ്ണപിള്ളയുടെ മരണത്തിൽ വരെ ദുരൂഹതകളുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ പല പത്രങ്ങളും അതുപോലെ തന്നെ ചുമ്മാറിൻ്റെയൊക്കെയുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളും അടക്കം സഖാവ് കൃഷ്ണപിള്ള മരണത്തിലൊക്കെ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മരണം വിഷം കൊടുത്തല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് അതിനെ ശക്തമായ എതിർപ്പുണ്ടെങ്കിൽ കേസ് കൊടുക്കായിരുന്നില്ലേ? ഒരു കേസും കൊടുത്തില്ല. കാരണം അദ്ദേഹം ചുമ്മാറിനെ പോലുള്ള ആളുകളൊക്കെ വളരെ വ്യക്തമായി കൃത്യമായി എഴുതിയിട്ട് പുസ്തകം അടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏത് കാലഘട്ടത്തിലായാലും പാർട്ടിക്കെതിരെ പറയുകയോ പാർട്ടി തീരുമാനങ്ങൾ അംഗീകരിക്കാതെ വരികയോ ചെയ്താൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം കൊന്ന ചരിത്രമാണ് പാർട്ടിക്കുള്ളത്, CPM-നുള്ളത്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം
ശ്രീ അഭിമന്യുവിന് ചില നയവ്യതിയാനങ്ങൾ ഉണ്ടായി എന്ന് സംശയിച്ചപ്പോൾ ഒരു കൊലക്കത്തിക്ക് ഇട്ടുകൊടുത്തു. അതിൻ്റെ ഒരു കത്തിയുടെ പിടിയിൽ മാത്രമാണ് SDPIക്ക് ഉത്തരവാദിത്തമുള്ളത്. ആ കത്തി കൊടുത്തതും ഇതിന് ആസൂത്രണം ചെയ്തതും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതോ ബുദ്ധികേന്ദ്രമാണ്, ഒരു സംശയവുമില്ല. അന്ന് പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ, അന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ MLAയുടെ ഭാര്യയൊക്കെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ കൃത്യമായി മനസ്സിലായനെ ആരാണ് രക്ഷിച്ചതെന്നും ആരാണ് ഇതിൻ്റെ പുറകിലെന്നും കൃത്യമായി മനസ്സിലാക്കിയതിനെ. ഇതിൻ്റെ മുന്നിൽ ആസൂത്രിതമായ ഒരു CPM ഇടപെടലുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഇന്ന് വരെയുള്ള ഈ രേഖകൾ നഷ്ടപ്പെട്ടതുവരെയുള്ള ഓരോ ചരിത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ചരിത്രം ആദ്യം ഒന്നുകൂടെ ഇത് ഇന്ന് കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ ചരിത്രം അങ്ങനെ ഓർമ്മിപ്പിച്ചെടുക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ 8 പ്രാവശ്യം വിളിച്ചൊക്കെ ഞാൻ പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഒരു വീട്ടിലിരിക്കുന്ന വ്യക്തിയെ രാത്രി വൈകുന്ന ഇടുക്കിയിൽ ബസ് റൂട്ടില്ല, അവിടെ നിന്ന് വിളിച്ച് ലോറി കയറ്റി ആ പാവം പയ്യനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവനെ കൊല്ലണമെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായ പ്ലാനുണ്ട്. വിഷമം കൊണ്ടാണ് പറയുന്നത്. ഇടതുപക്ഷ പാർട്ടിയിലെ ഏത് പാർട്ടിയിലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊലയ്ക്ക് കൊടുക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്നത്. ഇതിൻ്റെ മുന്നിൽ കാര്യമായ ഒരു ഗൂഢാലോചനയുണ്ട്. ആ പാവത്തിനെ കൊന്നതാണ്, ഒരു സംശയമില്ല, കൊല്ലിപ്പിച്ചതാണ്, ആസൂത്രിതമായി അവരെ രക്ഷപ്പെടുത്താൻ കൊണ്ട് ശ്രമിക്കുകയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങോട്ടാണ് ഇത് കാര്യങ്ങൾ ചൂണ്ടുകണത് എന്ന് മാത്രമാണ്. അത് അവർക്കല്ല എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇന്നും സമരം നടത്താം, അതിനെതിരെ ആളെ ഡിസ്മിസ് ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലോ, എവിടെയാണോ ഈ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നത്, അതിന്റെ കസ്റ്റോഡിയൻ ആരായിരുന്നു, അയാളെ ഡിസ്മിസ് ചെയ്യാൻ തയ്യാറാവണം. ഡിസ്മിസ് ചെയ്യുന്നവരെ സമരം ചെയ്യുന്ന പറഞ്ഞ് SFIക്ക് പ്രകടനം നടത്താമല്ലോ. കോടതിയിലേക്ക് പ്രകടനം നടത്തിയിട്ടുണ്ടല്ലോ, ശുംഭരെന്ന് വിളിച്ചിട്ടില്ലേ ഹൈക്കോടതി ജഡ്ജി, ഇന്ന് വിളിക്കാമല്ലോ. കള്ളനാണ്, ഇവനാണ് SDPക്ക് വേണ്ടി കൂട്ടുന്നവനെന്ന് പറയാൻ ഒരൊറ്റ നേതാവ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് ചോദിക്കുന്നത് നിങ്ങൾക്ക് CPMന് ഉത്തരവാദിത്തമുണ്ട് ഇതിലെന്ന് തന്നെയാണ്, ഒരു സംശയവുമില്ല. കണ്ണിൽ ചോരയില്ലാത്ത വർഗം. ശ്രീ ശിവശങ്കർ പറഞ്ഞത് ശരിയാണ്. ഇവന്മാർ RSSൻ്റെ പേരിൽ ഹിന്ദുക്കൾക്കിട്ട് താങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയതാണ് ഈ SFIയിലെ തന്നെ ചിലർക്ക് രസിക്കാത്തത്. അത് അന്നേ ചർച്ച ചെയ്യപ്പെട്ടതാണ്, വളരെ വിശദമായി നമ്മളൊക്കെ ചർച്ച ചെയ്യുകയാണ്. പക്ഷേ എന്ത് ചെയ്യാം, എത്ര കോടികൾ പിരിച്ചു, ബക്കറ്റ് പിരിവ് അറിയാലോ, എത്രയോ കോടികൾ പിരിച്ചു. വളരെ തുച്ഛമായ തുകയ്ക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുത്തു, ബാക്കി നേതാക്കന്മാരുടെ സഖാക്കന്മാരുടെ പോക്കറ്റിലും. നാണം കെട്ട വർഗം. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.